ഇതുപോലെ തന്നെ നമുക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റൊരു ഒബ്ജക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ മറ്റൊരു റിസോഴ്സ് ഉണ്ട്. അത് കുറച്ചും കൂടി പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാച്ച് ചെയ്യാൻ പറ്റും. ഡീമോൺ സെറ്റ്. ഓക്കെ, ഡീമോൺ സെറ്റ്. അപ്പോൾ ഡിപ്ലോയ്മെൻ്റ് ആയാലും റെപ്ലിക്ക സെറ്റ് ആയാലും ഡീമോൺ സെറ്റ് ആയാലും ഇനി അടുത്ത മറ്റൊരെണ്ണം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്ഫുൾ സെറ്റാണ്. ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഒരേ ഒരു കാര്യമാണ്. അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിപ്ലോയ് ചെയ്യുന്നത്. ബട്ട് ഇതിൻ്റെ എല്ലാം ഫീച്ചേഴ്സ് ഡിഫറെൻറ്റാണ്. കോഡായാലും റെപ്ലിക്ക സെറ്റും ഡിപ്ലോയ്മെൻറ്റൊക്കെ നമുക്കറിയാമല്ലേ, ഡിഫറെൻറ്റ് ഫീച്ചേഴ്സാണ്. അതുപോലെ തന്നെ ഡീമൺ സെറ്റിനും മറ്റൊരു ഡിഫറെൻറ്റ് ഫീച്ചറാണ്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, റെപ്ലിക്ക സെറ്റ് ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്ത പോഡുകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. kubectl get pods namespace my app അല്ലേ. ഈ കാണുന്ന 3 പോഡുകൾ എന്താണ്, നമ്മൾ റെപ്ലിക്ക സെറ്റ് ഡയറക്റ്റ് അപ്ലൈ ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്ത പോഡുകളാണ് അല്ലേ, കണ്ടോ. ബട്ട് നമ്മൾക്ക് എന്തറിയാം, kubectl get nodes നമുക്ക് എത്ര വർക്കർ നോഡ് ഉണ്ട്, 2 വർക്കർ നോഡ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ 3 പോഡ് ഈ 2 വർക്കർ നോഡിലായിട്ടായിരിക്കും ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ആര്, ഷെഡ്യൂളർ, നമ്മുടെ മാസ്റ്റർ നോഡിലെ ഷെഡ്യൂളർ ആ രീതിയിലായിരിക്കും ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ബട്ട് നമ്മൾക്ക് അറിയില്ലല്ലേ ഈ പോഡ് ഏത് നോഡിലാണ്, ഇത് ഏത് നോഡിലാണെന്നൊന്നും നമ്മൾക്ക് പ്രോപ്പറായിട്ട് അറിയില്ല. അതിന് kubectl get pods നമുക്കൊരു വൈഡ് ഔട്ട്പുട്ട് എടുക്കാം. ഓക്കെ, വൈഡ് ഔട്ട്പുട്ട് എടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഇത് നമ്മുടെ ഫസ്റ്റ് പോഡാണ്. ഈ ഫസ്റ്റ് പോഡ് കണ്ടോ വർക്കർ 2ലാണ് ഡിപ്ലോയ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, റണ്ണിങ് 5FWL കണ്ടോ, ഇത് നമ്മുടെ വർക്കർ 2ലാണ്, മറ്റൊരെണ്ണം വർക്കർ 1ലാണ്, മറ്റൊരെണ്ണം വർക്കർ 2ലാണ്. അതായത് 2 പോഡ് നമ്മുടെ വർക്കർ നോഡ് രണ്ടാമത്തെ വർക്കർ നോഡിലാണ്. കണ്ടോ, ഇതിലാണ് ഡിപ്ലോയ് ചെയ്തിട്ടുള്ളത്. ഒരെണ്ണം നമ്മുടെ ഇതിലുമാണ്. അപ്പോൾ എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷഫിളായിട്ടാണ് ഇപ്പോൾ എടുക്കുന്നത്. ഓക്കെ, ഞാനിവിടെ പറയാൻ പോകുന്നത് ഡീമൺ സെറ്റാണ്. ഡീമൺ സെറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് 5 വർക്കർ നോഡ് ഉണ്ട്. ഓക്കെ, എനിക്ക് എന്തുള്ളൂ, ഒരു മാസ്റ്റർ നോഡ്, എക്സാമ്പിളിന് പറയുകയാണെങ്കിൽ ഒരു മാസ്റ്റർ നോഡും വർക്കർ നോഡ് എനിക്ക് 5 എണ്ണം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതെൻ്റെ എന്താണ്, മാസ്റ്റർ നോഡാണ്. ഇതെൻ്റെ എന്താണ്, വർക്കർ നോഡ്സ് ആണ്. ഓക്കെ, 2 3 ഓക്കെ, 5 വർക്കർ നോഡും ഒരു മാസ്റ്റർ നോഡും ഞാനിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നുണ്ട്. മാസ്റ്ററിൻ്റെ M ഇടുന്നുണ്ട്, ഇവിടെ വർക്കറിൻ്റെ W ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഡീമൺ സെറ്റ് ഉപയോഗിച്ചിട്ട് ഞാനൊരു പോഡ് ഡിപ്ലോയ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ഓക്കെ, ഡീമൺ സെറ്റ് ഡിഫറൻസ് ഒന്നുമില്ല, റെപ്ലിക്ക സെറ്റ് ക്രിയേറ്റ് ചെയ്തതുപോലെ തന്നെ നമ്മുടെ മാനിഫെസ്റ്റ് ഫയലിൽ നമ്മൾ കൈൻഡ് എന്ത് കൊടുക്കണം എന്നുള്ളൂ, ഡീമൺ സെറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡീമൺ സെറ്റ് ആയിരിക്കും നമ്മുടെ പോഡ് ഡിപ്ലോയ് ചെയ്യുന്നത്. ഓക്കെ, ബട്ട് ഇവിടെ ഉള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്ത് ചെയ്തു, ഒരു എൻജിനിക്സിൻ്റെ ഒരു ഡോക്കർ കണ്ടെയ്നർ ഞാൻ എന്ത് ചെയ്തു, ഡീമൺ സെറ്റ് ഉപയോഗിച്ച് ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ, ഡീമൺ സെറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാം, എനിക്ക് എത്ര നോഡ് ഉണ്ട്, വർക്കർ നോഡ്, എനിക്ക് എത്ര വർക്കർ നോഡ് ഉണ്ടോ അതിലൊക്കെ അതിൻ്റെ ഒരു കോപ്പി ഉണ്ടായിരിക്കും. അതായത് ഇപ്പോൾ എൻജിനിക്സ് ആണ് ഞാൻ ഡിപ്ലോയ് ചെയ്തെങ്കിൽ എൻജിനിക്സിൻ്റെ ഒരു കോപ്പി പുള്ളിക്കാരൻ കൊണ്ടുവന്ന് വെക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ ഡീമൺ സെറ്റിൻ്റെ ഒരു പരിപാടി. ഓക്കെ, നമ്മുടെ ക്ലസ്റ്റർ വൈഡ് എത്ര നോഡുകളുണ്ടോ ആ നോഡിലൊക്കെ നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്ന കണ്ടെയ്നറിൻ്റെ ഒരു കോപ്പി പുള്ളിക്കാരൻ്റെ റിസ്കിൽ തന്നെ കൊണ്ടുപോയിട്ട് വെക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എൻ്റെ ആപ്ലിക്കേഷനിൽ എനിക്ക് എന്ത് ചെയ്യണം, ലോഗ്സ് ഒക്കെ കളക്ട് ചെയ്യണം. ഓക്കെ, കളർ ഒന്ന് ചേഞ്ച് ചെയ്യാം, വൈറ്റ് എടുക്കാം. ലോഗ്സ് എനിക്ക് എന്ത് ചെയ്യണം, ലോഗ്സ് ഒക്കെ കളക്ട് ചെയ്യണം. ലോഗൊക്കെ കളക്ട് ചെയ്യുന്ന ഒരു കളക്ടർ എനിക്ക് വേണം. അതായത് ഇത് നമ്മുടെ എൻ്റെ ക്ലസ്റ്റർ ആണല്ലേ, ക്ലസ്റ്ററിൽ ഒരുപാട് വർക്കർ നോഡ് ഉണ്ട്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം, എൻ്റെ ആപ്ലിക്കേഷൻ ഇതിൽ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. എനിക്ക് കാഫ്കൊക്കെ നിങ്ങൾക്ക് അറിയാം, കാഫ്ക നമ്മുടെ ആപ്ലിക്കേഷനും കാര്യങ്ങളുടെ ഒക്കെ ലോഗെല്ലാം നമുക്ക് സെഗ്രിഗേറ്റ് ചെയ്യാനും കളക്ട് ചെയ്യാനൊക്കെ കാഫ്ക. ഓക്കെ, മെസ്സേജിങ് ക്യൂ ഒക്കെ ആയിട്ട് കാഫ്ക യൂസ് ചെയ്യും. അല്ലാതെ തന്നെ ഫ്ലുവൻറ്റ്
ഫ്ലുവൻഡി ഇത്തരം കാര്യങ്ങളൊക്കെ മേ ബി എനിക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ഓക്കെ, അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ആപ്ലിക്കേഷന് എൻ്റെറിൽ അല്ലെങ്കിൽ ക്ലസ്റ്റർ മുഴുവനായിട്ട് നല്ല രീതിയിൽ മോണിറ്റർ ചെയ്യേണ്ടി വരും. ഓക്കെ, മോണിറ്റർ ചെയ്യുമ്പോൾ നമുക്കറിയാം പ്രൊമത്തിയസ് ഒക്കെ പോലത്തെ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും അല്ലേ. പ്രൊമത്തിയസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ മോണിറ്റർ ചെയ്യാനും അല്ലാതെ ലോഗൊക്കെ കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മളുടെ കയ്യിൽ 5 നോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് 5 വർക്കർ നോഡ് ഉണ്ടെങ്കിൽ 5 എണ്ണത്തിൽ മേ ബി ഇതിൻ്റെ ഒക്കെ ഓരോ കണ്ടെയ്നർ നമുക്ക് ഡിപ്ലോയ് ചെയ്യേണ്ടി വരും. എന്നാലേ എല്ലാ നോഡിന്നും അതിൻ്റെ ആ നോഡിലുള്ള ആപ്ലിക്കേഷൻ്റെ ലോഗ്സ് എല്ലാം നമുക്ക് പ്രോപ്പറായിട്ട് കളക്ട് ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പോൾ മോണിറ്റർ ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പോൾ എനിക്ക് 5 വർക്കർ നോഡ് ഉണ്ടെങ്കിൽ 5 എണ്ണത്തിൽ എനിക്ക് എന്ത് വേണ്ടി വരും, പ്രൊമത്തിയസിൻ്റെ അല്ലാന്നുണ്ടെങ്കിൽ കാഫ്ക ഫ്ലുവൻഡി ഒക്കെ എനിക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ഓക്കെ, എല്ലാ നോഡിലും ഇത്തരം കാഫ്ക ഫ്ലുവൻഡി പ്രൊമത്തിയസ് ഒക്കെ ഉണ്ടെന്ന് മേ ബി എനിക്ക് ഉറപ്പ് വരുത്തേണ്ടി വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ നമ്മൾ എന്താ ചെയ്യുക, ഡീമൺ സെറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ ഫ്ലുവൻഡി പ്രൊമത്തിയസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഡിപ്ലോയ് ചെയ്യുക. അപ്പോൾ ഡിപ്ലോയ് ചെയ്യുമ്പോൾ ഒരു യൂസ് എന്താണ്, എനിക്ക് 5 വർക്കർ നോഡ് ഉണ്ടെങ്കിൽ 5 എണ്ണത്തിലും ഡീമൺ സെറ്റ് പുള്ളിക്കാരെ കൊണ്ടിട്ട് എന്ത് ചെയ്തു വരും, അതിൻ്റെ ഓരോ കോപ്പി കൊണ്ടുപോയിട്ട് കീപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ എനിക്ക് പ്രോപ്പറായിട്ട് ഓരോ വർക്കർ നോഡിലുള്ള ആപ്ലിക്കേഷൻ്റെ ലോഗ് കളക്ട് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇവിടെ ആപ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കും, ഇതിൻ്റെ ലോഗ് കളക്ട് ചെയ്യും, ഇവിടെയുള്ള ആപ്ലിക്കേഷൻ്റെ ലോഗ് കളക്ട് ചെയ്യും. എല്ലാതും കളക്ട് ചെയ്യാൻ അവിടെ ആരുണ്ടായിരിക്കും, ഒരു ഏജൻറ്റ് ഉണ്ടായിരിക്കും അല്ലേ. അല്ലാണ്ട് പ്രൊമത്തിയസ് കാഫ്ക ഫ്ലുവൻഡി ഒക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒക്കെ ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ എല്ലാത്തിലും ഇൻസ്റ്റാൾഡ് ആയിരിക്കും. അല്ലാണ്ട് അതിൻ്റെ ഒക്കെ ഡോക്കർ കണ്ടെയ്നേഴ്സ് എല്ലാ വർക്കർ നോഡിലും ഉണ്ടായിരിക്കും. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷനൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ക്ലസ്റ്ററിൽ എല്ലാ വർക്കർ നോഡിലും ഇതുപോലെ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ മറ്റൊരു കേസ് എടുക്കാം. ഇപ്പോൾ എൻ്റെ അടുത്ത് എന്തുണ്ട്, 5 വർക്കർ നോഡ് ഉണ്ട്. ഞാൻ എന്ത് ചെയ്യാണ്, നോർമലി ഒരു MySQLൻ്റെ കണ്ടെയ്നർ ഞാൻ എന്ത് ചെയ്യാണ്, ഇൻസ്റ്റാൾ അല്ല, ഞാൻ ഡിപ്ലോയ് ചെയ്യാണ്. അപ്പോൾ ഡിപ്ലോയ് ചെയ്യുമ്പോൾ എനിക്ക് എല്ലാ വർക്കർ നോഡിലും ഈ MySQL ഉണ്ടാവണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല അല്ല, അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ അവൈലബിലിറ്റിക്ക് 2 വർക്കർ നോഡിലൊക്കെ മതി. ഓക്കെ, പക്ഷേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഡിപ്ലോയ്മെൻറ്റോ റെപ്ലിക്ക സെറ്റൊക്കെ ഉപയോഗിച്ചിട്ട് അല്ലാണ്ട് സ്റ്റേറ്റ്ഫുൾ സെറ്റൊക്കെ ഉപയോഗിച്ചിട്ട് ഡിപ്ലോയ് ചെയ്യാം, നോ ഇഷ്യൂ. ഇതുപോലെ തന്നെ എൻജിനിക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മേ ബി എനിക്ക് 1-2 വർക്കർ നോഡിലൊക്കെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് എങ്ങനെ പോയിട്ട് അത് ഡിപ്ലോയ് ചെയ്തോട്ടെ, നോ ഇഷ്യൂ. ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാഫ്ക ഫ്ലുവൻഡി ഒക്കെ ആകുമ്പോൾ അതിൻ്റെ പർപ്പസ് ഡിഫറെൻറ്റാണ്. എൻജിനിക്സ് ചെയ്യുന്ന ജോലിയല്ല കാഫ്ക ഫ്ലുവൻഡി ചെയ്യുന്നത്, അല്ലാണ്ട് പ്രൊമത്തിയസ് ചെയ്യുന്നത് എൻജിനിക്സ് ചെയ്യുന്ന പോലത്തെ ടാസ്കോ പ്രോസസ്സിങ്ങോ അല്ല. പ്രൊമത്തിയസ് ഒക്കെ ചെയ്യുന്നത് എന്താണ്, നമ്മുടെ എൻ്റർ ആപ്ലിക്കേഷൻ്റെ മോണിറ്ററിങ് ആണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു നിർബന്ധമുണ്ട്, എല്ലാ വർക്കർ നോഡിലും ഈ പ്രൊമത്തിയസിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഡീമൺ സെറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരനും അതാണ് ഇഷ്ടം. പുള്ളിക്കാരൻ്റെ പരിപാടി എന്താ, ഒരു കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോപ്പി എത്ര വർക്കർ നോഡ് ഉണ്ടോ, എനിക്ക് 10 വർക്കർ നോഡ് ഉണ്ടെങ്കിൽ 10 എണ്ണത്തിലും കൊണ്ടുപോയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വിടും. ഓക്കെ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, വിം ഡീമൺ സെറ്റ് YML. ഓക്കെ, മുന്നേ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഡിഫറൻസ് ഒന്നുമില്ല. API വെർഷൻ നമുക്ക് ഞാൻ ടൈപ്പ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് ഡീമൺ സെറ്റ് ഇവിടുന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഡീമൺ സെറ്റ് കണ്ടോ, API വെർഷൻ ആപ്സ് V1 കൈൻഡ് ഡീമൺ സെറ്റ് മെറ്റാഡാറ്റ, ഒരു നെയിം കൊടുക്കുന്നുണ്ട്, നെയിം സ്പേസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ലാബിൽ കൊടുക്കുന്നുണ്ട്, സ്പെക്ക് സെലക്ടർ. കണ്ടോ, സെയിം എല്ലാ മാനിഫെസ്റ്റും ഫയലുകളും എന്താണ് ഏകദേശം ഒരുപോലെ തന്നെയാണ്. നമ്മൾ കുറച്ച് ലോജിക് ഉപയോഗിച്ചിട്ട് എന്തൊക്കെയാണോ മാറ്റേണ്ടത് അത്തരം കാര്യങ്ങൾ മാറ്റി കൊടുത്താൽ തന്നെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഓക്കെ, സ്പെക്ക് ടോളറൻസ് ഇത് ഒരുപാട്, ഇതിൻ്റെ മെമ്മറി അതുപോലെ റിസോഴ്സ് ഇമേജ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത്രയൊന്നും വൈഡായിട്ട് പോകേണ്ട ആവശ്യമില്ല. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് കോപ്പി ചെയ്യുന്നുണ്ട്. ഓക്കെ, ബാക്കി നമുക്ക് അവിടെ ടൈപ്പ് ചെയ്യാം. API വെർഷൻ ഡീമൺ സെറ്റ് കണ്ടോ, ഫ്ലുവൻഡി ഇലാസ്റ്റിക് സെർച്ച്. അതായത് നമ്മുടെ ക്യൂബർനെറ്റിൻ്റെ ഡോക്യുമെൻറ്റേഷൻ്റെ എക്സാമ്പിൾ തന്നെ ഫ്ലുവൻഡി ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇലാസ്റ്റിക് സെർച്ച് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇതുപോലെ ഡീമൺ സെറ്റ് ഒക്കെയാണ് യൂസ് ചെയ്യുക. കാരണം എന്തിനാണ്, എല്ലാ വർക്കർ നോഡിലും ഈ ഫ്ലുവൻഡി ഉണ്ടായിരിക്കണം അല്ലേ. നമ്മുടെ നല്ല രീതിയിൽ നമുക്ക് ലോഗ് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്ലുവൻഡി ഉണ്ടായിരിക്കണം. അതുകൊണ്ട് നമ്മൾ ഡീമൺ സെറ്റ് യൂസ് ചെയ്യുന്നത്, അത്രേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലുവൻഡി ഒന്നും വേണ്ട, ജസ്റ്റ് എൻജിനിക്സ് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.
നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എൻജിനിക്സ് ഡീമൺ എന്ന് കൊടുക്കാം. എൻജിനിക്സ് ഡീമൺ. ഓക്കെ, നെയിം സ്പേസ് ക്യൂബ് സിസ്റ്റം അല്ല, നമുക്ക് ക്യൂബ് സിസ്റ്റത്തിലല്ല വേണ്ടത്, നമ്മളുടെ മൈ ആപ്പ് എന്ന് പറയുന്ന നെയിം സ്പേസിലാണ് വേണ്ടത് അല്ലേ. കണ്ടോ, ഫ്ലുവൻലി ലോഗിങ്ങിന് വേണ്ടിയിട്ട് എല്ലാം പ്രോപ്പറായിട്ട് എക്സാമ്പിൾ തന്നെ അതാണ് കൊടുത്തേക്കുന്നത്. എൻജിനിക്സ് ആപ്പ് എൻജിനിക്സ് എന്നുള്ള ലാബിൽ കൊടുത്ത് സെലക്ടർ മാച്ച് ലാബിൽ നെയിം ഫ്ലുവൻലി ഇലാസ്റ്റിക് സെർച്ച് മാച്ചിങ് ലാബൽസ് നമുക്ക് എന്ത് കൊടുക്കണം, ആപ്പ് എൻജിനിക്സ്. ഓക്കെ, ടെംപ്ലേറ്റ് മെറ്റാഡാറ്റ ഇവിടെ എന്ത് കൊടുക്കണം, ഇതല്ല ആപ്പ് എൻജിനിക്സ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ടെംപ്ലേറ്റ് മെറ്റാഡാറ്റ ഇവിടെ നമുക്ക് നമ്മളുടെ സ്പെക്ക് അല്ലേ, സ്പെക്കിൽ കണ്ടെയ്നേഴ്സിൻ്റെ ഒരു നെയിം കൊടുക്കാം. മൈ എൻജിനിക്സ് എന്ന് തന്നെ ഞാൻ ജസ്റ്റ് കൊടുക്കുന്നത്. ഓക്കെ, മൈ എൻജിനിക്സ്. ഇമേജ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എൻജിനിക്സ് ആൽപൈൻ തന്നെ കൊടുക്കുന്നുണ്ട്, ഏറ്റവും മിനിമൽ ആയിട്ടുള്ള ഇമേജ് കൊടുക്കുന്നുണ്ട്. പോർട്സ് അല്ലേ, പോർട്സ് കണ്ടോ എല്ലാതും സെയിം ആണ്. നമുക്ക് എന്ത് ചെയ്യാം, കണ്ടെയ്നർ പോർട്ട് 80 ആണെന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഡീമൺ സെറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം, ഡീമൺ സെറ്റ് ഇപ്പോൾ ഞാനിവിടെ റെപ്ലിക്ക ഒന്നും കൊടുത്തിട്ടില്ല. കണ്ടോ, നമ്മൾ റെപ്ലിക്ക എത്ര വേണമെന്നൊന്നും റെപ്ലിക്കയുടെ എണ്ണമൊന്നും ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. ഓക്കെ, ഞാൻ എന്ത് ചെയ്യണേ, നമ്മൾ എന്ത് മനസ്സിലാക്കണം, നമ്മുടെ കയ്യിൽ എത്ര വർക്കർ നോഡ് ഉണ്ട്, 2 വർക്കർ നോഡ് ഉണ്ട് അല്ലേ, 2 എണ്ണം. അപ്പോൾ ഞാനിവിടെ റെപ്ലിക്കയുടെ എണ്ണം കൊടുത്തിട്ടില്ലെങ്കിൽ പോലും പുള്ളിക്കാരൻ എന്ത് ചെയ്യും, ഞാൻ kubectl apply -f ഡീമൺ ഡിപ്ലോയ്മെൻ്റ് അല്ല, ഡീമൺ സെറ്റ്. കണ്ടോ, നമ്മളത് ഡിപ്ലോയ് ചെയ്തു. kubectl get pods namespace 1 2 3. ഓക്കെ, ഈ 3 എണ്ണം റെപ്ലിക്ക സെറ്റാണ്, ഞാനത് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. kubectl delete -f റെപ്ലിക്ക സെറ്റ് ഡിലീറ്റ് ചെയ്തു. കണ്ടോ, 2 എണ്ണം ഡീമൺ സെറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, 2 എൻജിനിക്സിൻ്റെ പോഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ എവിടെയെങ്കിലും ഡീമൺ സെറ്റിൽ 2 റെപ്ലിക്ക വേണമെന്ന് എവിടെയെങ്കിലും നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടോ, എവിടെയെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടോ, ഇല്ല, എവിടെയും നമ്മൾ മെൻഷൻ ചെയ്തിട്ടില്ല. എന്നിട്ടും പുള്ളിക്കാരൻ എന്ത് ചെയ്തു, 2 എണ്ണം നമുക്ക് തന്നു. അതെന്തുകൊണ്ടാണ്, അത് തരാനുള്ള കാരണം എന്താണ്, kubectl ഗെറ്റ് നോട്ട്സ് അടിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളുടെ അടുത്ത് 2 വർക്കർ നോഡ് ഉണ്ട് അല്ലേ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പുള്ളി എന്ത് ചെയ്യും, എത്ര വർക്കർ നോഡ് ഉണ്ടോ അതിലൊക്കെ ഒരു കോപ്പി കൊണ്ടുപോയിട്ട് ഡിപ്ലോയ് ചെയ്യും. അതാണ് ഡീമൺ സെറ്റ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ലോഗ്സ് കളക്ടർ അല്ലെങ്കിൽ മോണിറ്ററിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിപ്ലോയ് ചെയ്യുമ്പോൾ ഫ്ലുവൻലി, കാഫ്ക, ഇലാസ്റ്റിക് സെർച്ച്, പ്രൊമത്തിയസ് ഇതൊക്കെ നമ്മൾ ഡീമൺ സെറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇതുപോലെ ഡിപ്ലോയ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഡീമൺ സെറ്റും നല്ല രീതിയിൽ മനസ്സിലാക്കി. അപ്പോൾ ഇന്ന് പോഡ്, ഡിപ്ലോയ്മെൻറ്റ്, അതുപോലെ നെയിം സ്പേസ്, റെപ്ലിക്ക സെറ്റ്, ഡീമൺ സെറ്റ് ഇതെല്ലാം മാനിഫെസ്റ്റ് ഫയലുകൾ ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട്, ഇപ്പോൾ ഇതൊക്കെ നമുക്കറിയാം എല്ലാതിൻ്റെയും മാനിഫെസ്റ്റ് ഫയൽ എന്താണ്, ഏകദേശം സിമിലർ ആണ് അല്ലേ. ചെറിയൊരു ലോജിക് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ എന്ത് ചെയ്താൽ മതി, ചേഞ്ച് വരുത്തിയാൽ മതി. ഇനി ഇത് നമുക്ക് നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിലും എഴുതാം. ഒരുപാട് RBAC അതായത് റോൾ ബേസ്ഡ് ആക്സസ് കൺട്രോളൊക്കെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ നമ്മളുടെ മെമ്മറി സൈസ് ഷെയർ ചെയ്യാനുള്ള റിസോഴ്സ് കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ട് ഇനിയും അത് അഡ്വാൻസ്ഡ് ചെയ്തിട്ട് നമുക്ക് മാനിഫെസ്റ്റ് ഫയലുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് പോസിബിളാണ്. പക്ഷേ അതിന് മുന്നേ എന്ത് ചെയ്യുക, ഈ രീതിയിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. മേ ബി നമ്മുടെ വീഡിയോ 1 തവണ 2 തവണ ഒക്കെ കേൾക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ജസ്റ്റ് വാച്ച് ചെയ്യുക. അതുപോലെ മസ്റ്റായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു നോട്ട് അല്ലാണ്ട് ഡോക്യുമെൻ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കുന്നത് എന്താണ്, മസ്റ്റാണ്. അത് കൈൻഡ് ക്ലസ്റ്റർ ആയാലും ക്യൂബേഡിയം ക്ലസ്റ്റർ ആയാലും മിനി ക്യൂബ് ആയാലും എന്ത് ചെയ്യുക, ജസ്റ്റ് കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ടെസ്റ്റിംഗ് പർപ്പസിന് ഫുള്ളി എൻജിനിക്സ് ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഡിഫറെൻറ്റ് സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇതുപോലെ ഡിപ്ലോയ് ചെയ്ത് നോക്കുക. അതെല്ലാം നമുക്കിനി നമുക്ക് നോക്കേണ്ടത് സർവീസ്. ഇപ്പോഴും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഡിപ്ലോയ് ചെയ്തിട്ടുള്ള എൻജിനിക്സ് ഒന്നും നമ്മൾക്ക് പബ്ലിക്കിലോട്ട് അല്ലാണ്ടെങ്കിൽ നമ്മുടെ വെബ് ബ്രൗസറിൽ ആക്സസിബിൾ അല്ല.
അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യണം, അത് ആക്സസിബിൾ ആക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം, സർവീസ് കാര്യങ്ങൾ, അതുപോലെ തന്നെ വോളിയം, സ്റ്റോറേജ്, ഇതിൻ്റെ കൂടെ ഡീമൺ സെറ്റിൻ്റെ ബാക്കി ഒരാളുണ്ട് സ്റ്റേറ്റ്ഫുൾ സെറ്റ്, ഇതും കൂടെ നമുക്ക് എന്ത് ചെയ്യണം നോക്കണം. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക, അതുപോലെ തന്നെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ.